രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. ക്ഷേത്രത്തെക്കുറിച്ച് ഞാനൊരു പ്രത്യേക വീഡിയോ, അതായത് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പിൾസ് എന്നും പറഞ്ഞ് ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അത് നോക്കിയാൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് നാരായണീയം, എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ ഉണ്ട്. നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ്. 118 എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതി, വെള്ളിയാഴ്ച മോക്ഷം കിട്ടുന്നവർക്ക് ധർമ്മപദം, അതുകൂടാതെ നിരവധി ചെറിയ വീഡിയോകൾ. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാം. ഞാൻ കൊല്ലത്തുള്ളതാണ്. അതുകൂടാതെ തന്നെയാണ് നമുക്ക് അസ്ട്രോളജി ഇട്ടിട്ടുണ്ട്. ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം. ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറുണ്ട്, വിളിച്ചാൽ മതി. 9645333999 എന്ന നമ്പറിലേക്ക് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, കാണണം. രാധാകവചൻ 2 ഉണ്ട്. 2 രാധാകവചവും പ്രത്യേകം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. പിന്നെ രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ, പിന്നെ രാധാ സഹസ്രനാമം, അത് ഒരു പദമെങ്കിലും ഉച്ചരിച്ചാൽ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുക. അപ്പം ഇന്ന് നമ്മൾ രാമേശ്വരം, ചരിത്ര പ്രസിദ്ധമായ രാമേശ്വരം ക്ഷേത്രത്തെക്കുറിച്ചാണ്. അതായത് ഇത് മധുരയിൽ നിന്നാണ്. മധുരയാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ. മധുരയിൽ നിന്ന് 167 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ കന്യാകുമാരിയിൽ നിന്ന് ട്രെയിനുണ്ട്. ചെന്നൈയിൽ നിന്ന് നേരിട്ട് രാമേശ്വരത്തേക്ക് ട്രെയിനുണ്ട്. കോയമ്പത്തൂരിൽ നിന്നുണ്ട്. മധുരയാണ് അവിടുത്തെ ഏറ്റവും അടുത്ത പട്ടണമെന്ന് പറയുന്നത്. ഇതൊരു ശംഖിൻ്റെ ആകൃതിയിലുള്ള ദ്വീപാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് രാമനാഥ സ്വാമി ക്ഷേത്രം. ഇത് പലപ്പോഴും രാമേശ്വരം എന്ന പേരും കേൾക്കും, രാമനാഥ സ്വാമി ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഇതൊരു ശ്രീരാമക്ഷേത്രമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ ഇതൊരു ശ്രീരാമക്ഷേത്രമല്ല. സാക്ഷാൽ ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ശൈവർക്കും വൈഷ്ണവർക്കും ഒന്നുപോലെ പ്രിയപ്പെട്ടതാണ് രാമേശ്വരം ക്ഷേത്രം എന്ന് പറയുന്നത്. രാവണ യുദ്ധം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി രാമനും സീതയും, അതേ കണക്ക് തന്നെ പിന്നെ ഹനുമാനും ലക്ഷ്മണനും വിഭീഷണനും വാനര സൈന്യവുമൊക്കെ ലങ്കയിൽ നിന്ന് മടങ്ങുകയാണ്. അങ്ങനെ അവരെവിടെ എത്തിച്ചേരുന്നു? രാമേശ്വരത്ത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീതയുടെ പാതിവൃത്യം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അഗ്നിപരീക്ഷണം ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചു. സീതാദേവി അത് സന്തോഷത്തോടു കൂടി സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സീത അഗ്നിയിൽ ചാടിയപ്പോൾ സീതാദേവിയുടെ പാതിവൃത്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അഗ്നിക്കായില്ല. അഗ്നി വന്നിട്ട് പറഞ്ഞു, സീതാദേവി പരമ പരിശുദ്ധയാണെന്ന് സാക്ഷ്യപ്പെടുത്തി. എന്നിട്ട് സീതാദേവിയുടെ പാതിവൃത്യത്തിൻ്റെ അഗ്നിയിൽ അത് താങ്ങാനുള്ള കഴിവ് യഥാർത്ഥ അഗ്നിക്ക് പോലും ഇല്ലാതായി. അങ്ങനെ എന്തു ചെയ്തു? അഗ്നി
ചൂടിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി തൊട്ടടുത്ത കടലിൽ ചാടി. നോക്കിക്കോണേ, അഗ്നിക്ക് ചൂട് താങ്ങാൻ വയ്യ. ഏത് ചൂട്? സീതാദേവിയുടെ പാതിവൃത്യത്തിന്റെ ചൂട് താങ്ങാൻ വയ്യാത്തത് കൊണ്ട് കടലിലേക്കെടുത്ത് ചാടി. അങ്ങനെ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള കടല് അഗ്നി തീർത്ഥം എന്നറിയപ്പെട്ടു തുടങ്ങി. അത് അഗ്നി ചാടിയത് കൊണ്ടാണ് അത് അഗ്നി തീർത്ഥം എന്നറിയപ്പെടുന്നത്. അങ്ങനെ അതിനുശേഷം പാതിവൃത്യവുമൊക്കെ തെളിയിച്ചിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയ ശ്രീരാമദേവൻ ഒരു ചെറിയ കാഴ്ച കണ്ടു. ഒരു നിഴൽ തന്നെ പിന്തുടരുന്നത് പോലെ തോന്നി. അപ്പൊ അദ്ദേഹത്തിന് എന്തോ ഒരു ആശങ്ക ഉണ്ടായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഋഷിമാരുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തി. അപ്പോഴാണ് മനസ്സിലാകുന്നത് രാവണനെ കൊന്നു. രാവണൻ ബ്രാഹ്മണനാണ്. അപ്പൊ ബ്രാഹ്മണനായ രാവണനെ കൊന്ന ബ്രഹ്മഹത്യാ പാപമാണ്. ആ ബ്രഹ്മഹത്യാ ദോഷമാണ് ഒരു നിഴലായിട്ട് രാമന്റെ കൂടെ വരുന്നത്. അപ്പൊ മുനിമാര് പറഞ്ഞു, ശിവലിംഗം പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് മോചനം കിട്ടും. അപ്പോൾ തന്നെ ശിവലിംഗം കൊണ്ടുവരുന്നതിന് വേണ്ടി ഹനുമാനെ ശ്രീരാമദേവൻ കൈലാസത്തിലേക്ക് അയച്ചു. എന്നിട്ടൊരു മുഹൂർത്തവും എടുത്തു. അത്രയും നല്ല മുഹൂർത്തം അടുത്തെങ്ങുമില്ലതാരും. അങ്ങനെ മുഹൂർത്തം അടുക്കാറായി. പക്ഷേ ഹനുമാനെ കാണുന്നതുമില്ല. എല്ലാവരും വിഷമിച്ചു. കാരണം ഇതാണ് ഏറ്റവും നല്ല മുഹൂർത്തം. ആ സമയത്ത് സീതാദേവി കടലോരത്തെ മണ്ണെടുത്തിട്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കി. അപ്പൊ ഹനുമാൻ എത്താത്തത് കൊണ്ട് ശ്രീരാമദേവൻ സീതാദേവി ഉണ്ടാക്കിയ മണ്ണിലെ ശിവലിംഗം അവിടെ അങ്ങ് പ്രതിഷ്ഠിച്ചു. അന്നൊരു ബുധനാഴ്ചയായിരുന്നു. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 10-ാം ദിവസം. സൂര്യൻ ഇടവൻ രാശിയിലും ചന്ദ്രൻ അത്തം നക്ഷത്രത്തിലും നിൽക്കുന്ന ദിവസം. പ്രതിഷ്ഠ കഴിഞ്ഞ നിമിഷം ഹനുമാൻ എത്തി. ഹനുമാൻ ഇത് കണ്ടപ്പം ഭയങ്കര വിഷമമായി പോയി. കാരണം താൻ അല്പം താമസിച്ചു പോയി. അതുകൊണ്ട് പ്രതിഷ്ഠ നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ രാമൻ പറഞ്ഞു, സാരമില്ല ഹനുമാനെ, നീ ഈ ലിംഗം അങ്ങ് ഇളക്കി മാറ്റൂ, നീ കൊണ്ടുവന്ന ലിംഗം പ്രതിഷ്ഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ തൻ്റെ വാനിൽ ചുറ്റി സർവശക്തിയും പ്രയോഗിച്ച് സീതാദേവി പ്രതിഷ്ഠിച്ച മണ്ണുകൊണ്ടുള്ള ശിവലിംഗം ഇളക്കാൻ നോക്കിയനക്ക് ഒന്ന് അനങ്ങുന്നത് പോലുമില്ല. അപ്പോഴും മനസ്സിലായി ശിവഭഗവാൻ ഇതാണ് ഇഷ്ടം. എന്നാൽ തൻ്റെ ഭക്തനെ വിഷമിപ്പിക്കുന്നത് ശ്രീരാമന് ഇഷ്ടമല്ല. അതുകൊണ്ട് ശ്രീരാമദേവൻ സീതാദേവി പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിൻ്റെ ഇടതുഭാഗത്തായിട്ട് ആ ഹനുമാൻ കൊണ്ടുവന്ന വിശ്വലിംഗം പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞു, ആദ്യം ഹനുമാൻ കൊണ്ടുവന്ന ആ ലിംഗത്തിന് പൂജ നടത്തണം. അതിനുശേഷം മതി സീത നിർമ്മിച്ച ലിംഗത്തിന് പൂജ നടത്താൻ. അതുകൊണ്ട് ഇന്നും അവിടെ ആദ്യത്തെ പൂജ ആർക്കാണ് നൽകുന്നതെന്നറിയാമോ? ആദ്യത്തെ പൂജ ഹനുമാൻ കൊണ്ടുവന്ന ആ ലിംഗത്തിനാണ് നൽകുന്നത്. എന്നിട്ട് പ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ ലങ്കയുടെ അധിപനായി വിഭീഷണനെ വാഴിക്കുകയും ചെയ്തു. മറ്റു രാജാക്കന്മാര് ലങ്ക ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ധനുഷ്കോടിയിൽ നിന്നും ലങ്ക വരെ നേരത്തെ ശ്രീരാമ ഭഗവാൻ ഒരു സേതു നിർമ്മിച്ചിരുന്നു. ആ സേതു ധനുസ്സുകൊണ്ട് ശ്രീരാമദേവൻ തകർത്തു. അല്ലെങ്കിൽ മറ്റുള്ളവര് ലങ്ക ആക്രമിച്ചു കളയും. രാമേശ്വരത്ത് നിന്നും 18 കിലോമീറ്ററാണ് ധനുഷ്കോടിയിലേക്കുള്ള ദൂരം. അവിടെയും സന്ദർശിക്കണം നിങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ധനുഷ്കോടി വരെ റെയിൽവേ പണിഞ്ഞിരുന്നു. പക്ഷെ 1964 ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടായി, അത് തകർന്നുപോയി. ഇനി ഈ രാമേശ്വരത്തെ പ്രതിഷ്ഠയെക്കുറിച്ച് മറ്റൊരു കഥയുണ്ട്. ശിവഭക്തനാണ് രാവണൻ. ഈ രാവണനെ വധിക്കണമെങ്കിൽ ശിവന്റെ അനുഗ്രഹം വേണം. അതുകൊണ്ട് യുദ്ധത്തിന് മുമ്പ് രാമൻ ശിവലിംഗം വെച്ചൊരു പ്രതിഷ്ഠ നടത്തി. 3 കിലോമീറ്റർ വടക്ക് ഭാഗത്തുള്ള രാമേശ്വരത്ത് നിന്നും 3 കിലോമീറ്റർ വടക്ക് ഭാഗത്തുള്ള ഗന്ധമാദന പർവ്വതത്തിൽ ശ്രീരാമൻ്റേതെന്ന് കരുതുന്ന കാൽപാദങ്ങൾ അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അവിടെ 2 നിലയുള്ള ഒരു മണ്ഡപം നമ്മൾ പണിഞ്ഞു ഉയർത്തിയിട്ടുണ്ട്.
ഭാരതത്തിലെ 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് രാമേശ്വരം. പഞ്ചപാണ്ഡവരും ശ്രീകൃഷ്ണനും ബലരാമനും ഇവിടെ ദർശനം നടത്തിയിട്ടുണ്ട്. പിതൃകർമ്മങ്ങൾ നടത്തിയിട്ടുണ്ട്. പിതൃകർമ്മങ്ങൾക്ക് ഏറ്റവും പരിപാവനമായി കരുതുന്ന ക്ഷേത്രം രാമേശ്വരം ക്ഷേത്രം. നിങ്ങളുടെ പിതൃക്കൾ തൃപ്തരല്ലെങ്കിൽ, പിതൃദോഷം നിങ്ങൾക്കുണ്ടെങ്കിൽ, അങ്ങനെ പിതൃക്കളുടെ എന്ത് ദോഷത്തിനും നിങ്ങൾ രാമേശ്വര ദർശനം നടത്തി കഴിഞ്ഞാൽ അത് അത്യുത്തമമാണ്. 15-ാം നൂറ്റാണ്ടിൽ രാമനാട് രാജാവ് ഉഭയ സേതുപതിയാണ് ഇന്നത്തെ ക്ഷേത്രം നിർമ്മിക്കാൻ തുടങ്ങിയത്. പിന്നീട് പല ആൾക്കാർ വന്ന് നിർമ്മിച്ചാണ് പല രാജാക്കന്മാരുടെ കാലത്താണ് ഇത് പൂർത്തിയായത്. ക്ഷേത്രത്തിലെ ലോക പ്രശസ്തമായ 3ാമത്തെ പ്രാകാരം ഗോപുരം, അതായത് പ്രദക്ഷിണം വെച്ചിട്ട് ആ പ്രദക്ഷിണം ഇത് AD 1740 മുത്തുരാമലിംഗസ്വാമിയാണ് നിർമ്മിച്ചത്. അപ്പൊ ക്ഷേത്രത്തിലെ 3ാമത്തെ കോട്ട ഗോപുരം അത് ലോക പ്രശസ്തമാണ്. 15 ഏക്കർ സ്ഥലത്താണ് ഈ ക്ഷേത്രം നിൽക്കുന്നത്. 15 ഏക്കറാണ്. കിഴക്കോട്ടാണ് ദർശനം. കിഴക്കേ ഗോപുരത്തിൻ്റെ ഉയരം 126 അടി വരും ഉദ്ദേശം. ആ 126 അടി ആ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് കടലിലേക്ക് 100 മീറ്റർ പോലും ദൂരമില്ല. ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂർത്തി രാമനാഥൻ എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിലെ പ്രധാന മൂർത്തിയുടെ പേര് രാമനാഥൻ എന്നാണ്. അത് ശിവനാ. പക്ഷെ ആളുകൾ രാമനാണെന്ന് തെറ്റിദ്ധരിക്കും ഈ പേര് കേട്ടപ്പോൾ. ആ ശിവലിംഗത്തിന് ഏകദേശം 1 അടിയോളം ഉയരമുണ്ട്. രാമേശ്വരൻ രാമലിംഗം എന്നും ഈ ശിവനെ വിളിക്കുന്നു. അപ്പൊ രാമേശ്വരത്തെ ശിവന് 2 പേരുണ്ട്. ഒന്ന് രാമനാഥൻ എന്നും 2 രാമേശ്വരൻ രാമലിംഗം എന്നും അറിയപ്പെടും. ഇതിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ് ഹനുമാൻ കൊണ്ടുവന്ന കാശി വിശ്വനാഥ ലിംഗം വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വടക്കു ഭാഗത്തായിട്ടാണ്. ഇതിൻ്റെ വലതു ഭാഗത്തായിട്ട് ദേവിയാണുള്ളത്, പ്രപദവർദ്ധിനി ദേവി. ആ ദേവിയുടെ ശ്രീകോവിലിൽ ശ്രീചക്രവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇനി ആരൊക്കെയാണ് രാമേശ്വരത്തെ പ്രധാന ദേവതകളെന്ന് നോക്കാം. ആ ദേവതകളിൽ സുബ്രഹ്മണ്യൻ ഒരു വിചിത്രമായ പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയാം. 1 വിശാലാക്ഷി, 2 പള്ളിക്കൊണ്ട പെരുമാള്, 3 മഹാഗണപതി, 4 സുബ്രഹ്മണ്യൻ, 5 സേതു മാധവൻ, 6 നടരാജൻ, 7 ഹനുമാൻ. ഹനുമാന്റെ കിഴക്കേ ഗോപുരത്തിനടുത്ത് വലതു ഭാഗത്തായിട്ടാണ് ഹനുമാന്റെ ക്ഷേത്രം കാണുന്നത്. തെക്കോട്ടാണ് ദർശനം. ഹനുമാൻ എപ്പോഴും ലങ്കയെ നോക്കിയിരിക്കുകയാണ്. ഇവിടുത്തെ രസകരം, ഉത്തരേന്ത്യക്കാര് ഈ ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ സുബ്രഹ്മണ്യനെ ദർശിക്കത്തില്ല. സുബ്രഹ്മണ്യൻ്റെ അടുക്കിലേക്ക് അവർ പോകത്തില്ല. അവരുടെ ഒരു വിശ്വാസമനുസരിച്ച് കാർത്തികേയൻ സൗന്ദര്യം നശിപ്പിക്കുകയും സ്ത്രീകളെ ആഭിചാരം ചെയ്ത്, വിചിത്രമായൊരു വിശ്വാസമാണ് ഉത്തരേന്ത്യക്കാർക്ക്. സുബ്രഹ്മണ്യൻ സ്ത്രീകളെ ആഭിചാരം ചെയ്ത് വശീകരിക്കുകയും ചെയ്യുന്ന ദേവനാണെന്നൊരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് അവർ സുബ്രഹ്മണ്യൻ്റെ അടുക്കലേക്ക് അവർ പോവുകയില്ല. പുറത്തെ ഗോപുരത്തിൻ്റെ വടക്ക് കിഴക്കേ കോണിലായിട്ടാണ് നടരാജൻ ഇരിക്കുന്നത്. പ്രധാന ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് സേതു മാധവ ക്ഷേത്രം. പള്ളിക്കൊണ്ട പെരുമാൾ അമ്പാൾ കോവിലിൻ്റെ വടക്ക് പടിഞ്ഞാറേ കോവിലാണ്. പള്ളിക്കൊണ്ട പെരുമാൾ ഇരിക്കുന്നത് അവിടുത്തെ അമ്പാൾ കോവിലിൻ്റെ വടക്ക് ഭാഗത്താണ്. കന്നിമൂലയിൽ കന്നി ഗണപതി ഇരിപ്പുണ്ട്. ഇവിടെ ഒരു നന്ദി വിഗ്രഹം ഇരിപ്പുണ്ട്. 22 അടി നീളമാണ്, 12 അടി വീതിയാണ്, 17 അടി ഉയരമാണ്. ശുക്രവാര മണ്ഡപത്തിൽ അഷ്ടലക്ഷ്മിമാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. രാമേശ്വരത്ത് പോകുന്നവർ ശുക്രവാര മണ്ഡപത്തിൽ കയറി അഷ്ടലക്ഷ്മിമാരെ തൊഴണം, സർവ്വ ഐശ്വര്യങ്ങളും കിട്ടും. മഹാരാഷ്ട്ര ബ്രാഹ്മണരാണ് ക്ഷേത്രത്തിലെ പൂജാരിമാർ. വടക്കേ അറ്റത്തെ ബദരിയിൽ കേരളത്തിലെ നമ്പൂതിരിമാരെയും തെക്കേ അറ്റത്തെ രാമേശ്വരത്ത് മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണരെയും
അങ്ങ് കിഴക്ക് നേപ്പാളില് പശുപതിനാഥില് കൊങ്കണ തീരത്തെ ബ്രാഹ്മണരെയും പൂജാരിമാരായി നിശ്ചയിച്ചത് ശങ്കരാചാര്യ സ്വാമികളാണ്. അപ്പൊ രാമേശ്വരത്ത് മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണര് പൂജിച്ചാൽ മതി എന്ന് നിശ്ചയിച്ചത് ആരാണ്? സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമികളാണ്. മകുടാഗമമനുസരിച്ചാണ് പൂജാക്രമ സമ്പ്രദായം. രാവിലെ 4 മണിക്ക് നട തുറന്നിരിക്കും. അവിടെ നട തുറക്കുമ്പോൾ ആദ്യത്തെ ദർശനം സ്ഫടികലിംഗത്തിലാണ്. ആ സ്ഫടികലിംഗ ദർശനത്തോടെ ആരംഭിക്കും. രാത്രി 9 മണിക്ക് തീരും. അപ്പം നിങ്ങൾ രാമേശ്വരം ദർശിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അവിടുത്തെ നിർമാല്യം 4 മണിക്കാണ്. സ്ഫടികലിംഗത്തിലാണ് അഭിഷേകം. അത് പ്രത്യേകം ഓർമ്മ വേണം. നിങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചാൽ മതി. സ്ഫടികലിംഗ ദർശനം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു തരും. ദിവസം 6 പൂജയുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് നട അടയ്ക്കും, 3 മണിക്ക് നട തുറക്കും. ക്ഷേത്രത്തിൽ ഗംഗാജലം കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട്. ഭക്തജനങ്ങൾക്ക് ചെമ്പുപാത്രത്തിലോ പിച്ചളപാത്രത്തിലോ ഓട്ടുപാത്രത്തിലോ ഗംഗാജലം അവിടെ കൊണ്ട് കൊടുക്കാം. അവിടുത്തെ പേഷ്കാർ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം അഭിഷേകത്തിന് വേണ്ടി എടുക്കും. വേറെ പാത്രത്തിൽ കൊണ്ടുവന്നാൽ ഈ ചെമ്പുപാത്രത്തിൻ്റെ അല്ലെങ്കിൽ പിച്ചളപാത്രത്തിൻ്റെ വില കൊടുക്കണം. കാരണം അതിലേക്ക് പകർന്നിട്ടേ ഒഴിക്കുകയുള്ളൂ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് തപാൽ മാർഗം ഗംഗാജലം അയച്ചു കൊടുക്കാം. അതേ കണക്ക് റെയിൽവേ വഴിയും അയച്ചു കൊടുക്കാം. അങ്ങനെ നിരവധി ഭക്തന്മാർ ഗംഗാജലം അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഉത്സവം മഹാശിവരാത്രിയുടെ അന്നാണ്. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷ ഷഷ്ടി മുതൽ അമാവാസി വരെ 10 ദിവസമാണ് ഇവിടുത്തെ ശിവരാത്രി ഉത്സവം. അതുകൂടാതെ ഇടവമാസത്തിലെ വൈശാഖ ശുക്ലപക്ഷ ഷഷ്ടി മുതൽ പൗർണമി വരെ 10 ദിവസത്തെ വസന്തോത്സവവും നവരാത്രിയും ആഘോഷിക്കുന്നുണ്ട്. ഇനി രാമേശ്വരത്തെ തീർത്ഥം അതീവ പ്രശസ്തമാണ്. പഴയ കാലത്ത് ആളുകൾ രാമേശ്വരത്ത് പോകുന്നത് രാമേശ്വരത്തെ തീർത്ഥസ്നാനത്തിനാണ്. നിങ്ങൾ എപ്പം രാമേശ്വരത്ത് പോയാലും രാമേശ്വരത്തെ തീർത്ഥങ്ങളിൽ കുളിച്ചതിന് ശേഷം വേണം നിങ്ങൾ ക്ഷേത്രത്തിനകത്ത് കയറി ദർശനം നടത്താൻ. ക്ഷേത്രത്തിനകത്ത് 22 തീർത്ഥങ്ങളുണ്ട്. അതിന് 22 എണ്ണത്തിനും 22 നിറവും 22 രുചിയുമാണ് ഉള്ളതെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 22 ക്ഷേത്രത്തിനകത്തുള്ള തീർത്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കോടി തീർത്ഥം. ഓരോ തീർത്ഥവും അതിൻ്റെ പ്രയോജനവും ഞാൻ പറഞ്ഞു തരാം. കോടി തീർത്ഥം എന്ന് പറയുന്നത് ശ്രീരാമ ഭഗവാൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. എന്നിട്ട് ഇതിനെ അഭിഷേകം ചെയ്യണമല്ലോ. അഭിഷേകം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗംഗാജലം വേണം. അതിനുവേണ്ടി ഗംഗാദേവിയെ പ്രാർത്ഥിച്ചു. അപ്പോൾ ദേവി എന്ത് ചെയ്തു? പാതാള ഗംഗയായി ഈ തീർത്ഥത്തിൽ വന്ന് ഉത്ഭവിച്ചു. ക്ഷേത്രത്തിൻ്റെ പൂജയ്ക്ക് 6 തവണയാണ് ഈ തീർത്ഥത്തിൽ നിന്ന് ജലം കൊണ്ടുവരുന്നതെന്ന് ഓർക്കുക. രാമേശ്വരത്തെ ഈ തീർത്ഥമാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും പരിപാവനമായ തീർത്ഥം. നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഭക്തജനങ്ങൾക്ക് പാത്രത്തിനകത്ത് ഈ തീർത്ഥം വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം, വീട്ടിൽ കൊണ്ടുപോയി വെക്കാം. ഇത്രയും പരിശുദ്ധമായ തീർത്ഥം വേറെ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതേ കണക്ക് തന്നെ കംസനെ വധിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ പാപം തീർക്കാൻ വേണ്ടി ഈ തീർത്ഥത്തിൽ വന്നാണ് കുളിച്ചത്. അതാണ് കോടി തീർത്ഥത്തിൻ്റെ പ്രത്യേകത. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ പോലും പാപം തീർക്കാൻ വന്ന് കുളിച്ച തീർത്ഥമാണ് കോടി തീർത്ഥം. ഇനി നിങ്ങൾ രാമേശ്വരത്ത് പോയാൽ അതിലെ വെള്ളം വീട്ടിൽ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. പിന്നെ മഹാലക്ഷ്മി തീർത്ഥമുണ്ട്. സമ്പത്ത് നേടാൻ ഏറ്റവും നല്ലതിതാണ്. ധർമ്മരാജാവ് ഇതിൽ സ്നാനം ചെയ്തിട്ടാണ് സമ്പത്ത് നേടിയതെന്ന് ഓർക്കുക. പിന്നെ സാവിത്രി തീർത്ഥം, ഗായത്രി തീർത്ഥം, സരസ്വതി തീർത്ഥം 3ഉം അടുത്തടുത്താണ്. ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ്. ശാപമോക്ഷത്തിന് ഉത്തമമാണ്. ആര് നമ്മളെ ശപിച്ചിട്ടുണ്ടെങ്കിലും അതില്ലാതാകും. കാസിബിർ രാജാവ് ഈ 3 തീർത്ഥങ്ങളിലും മുങ്ങിയാണ് ശാപമോക്ഷം നേടിയത്. പിന്നെ സേതുമാധവ തീർത്ഥം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടാനും
മനസ്സ് പവിത്രമാകുന്നതിനും ഈ സേതുമാധവ തീർത്ഥം അത്യുത്തമമാണ്. പിന്നെ ഗന്ധമാധന തീർത്ഥം പാപമോചനത്തിന് ഉത്തമം, ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ അത്യുത്തമം ഗന്ധമാദന തീർത്ഥം. ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അവിടെ പോയാൽ ഗന്ധമാദന തീർത്ഥത്തിൽ കുളിക്കണം. പിന്നെ അവിടെ ഉള്ളതാണ് കവച തീർത്ഥം. അത് നരകയാത്ര തടയാൻ, മരിച്ചാൽ നരകത്തിൽ പോകാതിരിക്കാൻ അത് ഉപകരിക്കും. ഗവ്യതീർത്ഥം പരലോകത്ത് കൽപ്പവൃക്ഷ തണലിൽ ഇടം തിട്ടും അവിടെ കുളിച്ചാൽ. നളതീർത്ഥം സ്വർഗപ്രാപ്തി കിട്ടും, സൂര്യൻ്റെ തേജസ് കിട്ടും. നീലതീർത്ഥം പിന്നെ യാഗങ്ങൾ നടത്തിയ ഫലം കിട്ടും, അഗ്നി യോഗം ഉണ്ടാകും നിങ്ങൾക്ക്. അതേ കണക്ക് തന്നെ ശംഖ് തീർത്ഥം പാപമോചനത്തിന് അത്യുത്തമം. ഇവിടെ നന്ദികേട് കാണിച്ചു. ആ നന്ദികേട് കാണിച്ചതിന് ശാപം ലഭിച്ച വത്സപഞ്ച ഋഷി ഇവിടെയാണ്, വത്സപ ഋഷി ഇവിടെ വന്നാണ് സ്നാനം ചെയ്തത്. ശങ്കരതീർത്ഥം സൂര്യന് സുവർണഹസ്തം ലഭിച്ചത് ഇവിടെ സ്നാനം ചെയ്തിട്ടാണ്. സർവ്വ ഐശ്വര്യങ്ങളും കിട്ടും. പിന്നെ ബ്രഹ്മഹത്യ വിമോചന തീർത്ഥം, പേര് പോലെ ബ്രഹ്മഹത്യാ പാപം തീരും. പിന്നെ സൂര്യതീർത്ഥം അറിവ് നേടാൻ അത്യുത്തമം. ഈ ലോകത്തുള്ള സകല അറിവും കിട്ടും. മരിച്ചു കഴിഞ്ഞാൽ അവനവന് ഇഷ്ടമുള്ള ലോകത്ത് പോകാം. ബ്രഹ്മലോകത്ത് പോണോ, വൈകുണ്ഠത്ത് പോണോ, കൈലാസത്ത് പോണോ, എവിടെയും. ചന്ദ്രതീർത്ഥം സൂര്യതീർത്ഥത്തിൻ്റെ അതേ ഫലം. ഗംഗാതീർത്ഥം, ഗയാദി തീർത്ഥം, യമുനാ തീർത്ഥം ഇതും അറിവ് ലഭിക്കുന്നതിന് അത്യുത്തമം. ജ്ഞാനശ്രുതി രാജാവ് ജ്ഞാനം നേടിയത് ഈ 3 തീർത്ഥങ്ങളിലും കുളിച്ചിട്ടാണ്. പിന്നെ ശിവതീർത്ഥം ബ്രഹ്മഹത്യാദോഷം മാറ്റും. പിന്നെ സാലമൃത തീർത്ഥമാണ്, ശാപമോക്ഷത്തിന് അത്യുത്തമമാണ്. പിന്നെ സർവ്വതീർത്ഥമുണ്ട്, അന്ധതയും രോഗവും ഒക്കെ മാറ്റി വാർദ്ധക്യത്തെ തടയാൻ ഉപകരിക്കും. ചുരുക്കി പറഞ്ഞാൽ ക്ഷേത്രത്തിനകത്തെ 22 തീർത്ഥങ്ങളും അത്യുത്തമമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് നിങ്ങൾ വിഷമിക്കേണ്ട. ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ എല്ലാ തീർത്ഥങ്ങളിലും നിങ്ങൾക്ക് കുളിക്കാം. അവിടെ കിണറ്റിനകത്തുനിന്ന് വെള്ളം കോരി നമുക്ക് ഒഴിച്ചു തരും. അപ്പോൾ പിതൃദോഷം എന്തുണ്ടെങ്കിലും രാമേശ്വരത്ത് ചെന്നാൽ മതി. പിന്നെ രാമേശ്വരത്ത് ചെന്നാൽ ഈ 22 തീർത്ഥങ്ങളിൽ നിങ്ങൾ കുളിക്കുന്നതോടുകൂടി ലൗകികപരമായ സകല ദുഃഖങ്ങളും മാറി ലൗകികപരമായ സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് രാമേശ്വരത്ത് നിങ്ങൾ പോവുക. നിങ്ങൾ വിചാരിച്ചാലും ശിവഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ പോകാൻ പറ്റൂ. രാധേ രാധേ ചാനൽ കാണുന്ന എൻ്റെ പ്രേക്ഷകർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. രാമേശ്വരത്ത് പോകാൻ ഇടയാകട്ടെ. സാക്ഷാൽ രാമനാഥൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടട്ടെ. രാധേ രാധേ. ഓ രാധേ രാധേ, 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 രാധേ രാധേ. ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.